ഈ പല്ലും കാണിച്ചിരിക്കുന്നതിൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റെ കസിനും കൂടെ തിരുവനന്തപുരത്ത് എത്തുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും പല്ല് കാണിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരം വരെ പോകേണ്ട ആവശ്യമുണ്ടെന്ന്. വീട്ടിൻ്റെ അടുത്ത് കുറേ ഹോസ്പിറ്റലുകളിൽ കാണിച്ചപ്പോൾ ഓരോരുത്തർ ഓരോരോ അഭിപ്രായം പറയും. ചിലർ പറയും അടച്ചാൽ മതി, നമുക്ക് അടച്ച് നോക്കാമെന്ന്. ചിലർ പറയും അടയ്ക്കാനൊക്കത്തില്ല, പ്രൈവറ്റ് അടയ്ക്കാനൊക്കത്തില്ല, ക്യാപ്പ് ഇടുക തന്നെ വേണമെന്നാണ് പറഞ്ഞത്. അടച്ചു കഴിഞ്ഞാൽ വേദന വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രൈവറ്റ് പറഞ്ഞത്. അതുകൊണ്ട് ക്യാപ്പ് തന്നെ ഇടണമെന്നാണ് അവർ പറയുന്നത്. ഒരു പല്ലിനല്ല, ഒരു 4 പല്ലിൻ്റെ കാര്യമാണ് അവർ പറയുന്നത്. അപ്പോൾ 4 പല്ല് ഒരുമിച്ച് ക്യാപ്പ് ഇടണമെങ്കിൽ അതും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ SITയിലോട്ട് കൊണ്ടുവന്നത്. SIT ഇപ്പോൾ എന്നപ്പോഴും അത് തന്നെ പറയാം, നമുക്ക് അടച്ച് നോക്കാം, ക്യാപ്പ് ഇടേണ്ട കാര്യമില്ല, അടച്ച് നോക്കാം എന്നാണ് പറയുന്നത്. അടച്ച് കഴിഞ്ഞിട്ട് വേദന വന്നിട്ട് നോക്കാമെന്നാണ് അവർ പറയുന്നത്. അതും വേദനയുള്ള കുഞ്ഞിന് 2 മാസം കഴിഞ്ഞുള്ള ഒരു ഡേറ്റാണ് അവർ ഇട്ട് തന്നത്. ഓഗസ്റ്റ് 8 പോയ എനിക്ക് ഒക്ടോബർ 13 അവർ പല്ല് അടയ്ക്കാനുള്ള ഡേറ്റ് തന്നിരിക്കുന്നത്. പിന്നെ അടച്ച് കഴിഞ്ഞിട്ട് വേദന ഉണ്ടെങ്കിൽ വീണ്ടും ഞാൻ തിരുവനന്തപുരത്ത് പോകേണ്ടി വരും. അവിടെ നിന്ന് നടക്കത്തില്ലെന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ച ടൈം ആയെങ്കിലും ഞങ്ങൾക്ക് ചോറ് കഴിക്കാൻ അത്ര മൂടില്ലായിരുന്നു. അത് 11:40 ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയെങ്കിലും 2:40 ഇനി ട്രെയിനുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ അത്രയും നേരം ഞങ്ങൾ അതുകൊണ്ട് ലാഗടിച്ചാണ് ഫുഡ് കഴിച്ചത്. പിന്നെ ഞങ്ങളൊരു ബസ് വിളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയെങ്കിലും ശാസ്താംകോട്ട വണ്ടി വെച്ചിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ബസ് വിളിച്ച് പോകാൻ പറ്റത്തില്ലായിരുന്നു. ട്രെയിന് തന്നെ പോകുന്ന ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നു. 2:40 പിന്നെ 5:40 ട്രെയിൻ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവിടെ പോയി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇങ്ങോട്ട് വരാൻ വളരെ എളുപ്പമായിരുന്നു, പെട്ടെന്ന് എത്തി. പക്ഷേ അങ്ങോട്ട് പോകാൻ കുറേ ലാഗെടുത്തു. 3 മണിക്കാണ് ട്രെയിൻ വന്നത്. പിന്നെ പരവൂരായപ്പോൾ 1 മണിക്കൂർ അവിടെ ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. 1 മണിക്കൂർ കൊണ്ട് എത്തേണ്ടത് 6 മണിയായപ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത്. വിളിച്ചപ്പോഴേ കുഞ്ഞിനെ ഇട്ടിട്ട് കൂടെ ഓടി വന്ന എൻ്റെ കസിൻ. ഞാനിപ്പം നന്ദി പറയുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി.